ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കോട്ടിൽ എപ്പോഴും ഒരു ചുവന്ന റോസാപ്പൂ കാണും. അത് ധരിക്കുന്ന ഒരു ശീലം അദ്ദേഹത്തിന് തുടക്കം മുതലേ തന്നെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഡൽഹിയിലെ പൂന്തോട്ടത്തിലൂടെ അങ്ങനെ നടക്കുമ്പോൾ വിടർന്ന കണ്ണുകളോടെ ഒരു കൊച്ചു സുന്ദരിയായ പെൺകുട്ടി തന്നെ നോക്കി ഗേറ്റിനടുത്ത് നിൽക്കുന്നത് നെഹ്റു ശ്രദ്ധിച്ചു. കുട്ടികളോട് എപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. കുട്ടികൾ പൂക്കളാണ്, അവരുടെ ശോഭയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് നെഹ്റു ആ കുട്ടിയെ നോക്കി ഒന്ന് കൈവീശി ആയി. പക്ഷേ കുട്ടി അദ്ദേഹത്തെ സമീപിക്കാൻ മടിച്ചു. കുട്ടിക്കൊരു ഭയം ഉണ്ടാകുമല്ലോ. കാരണം എന്താണ്, കുട്ടി എന്താ ഇങ്ങോട്ട് വരാത്തത്? നെഹ്റു ചോദിച്ചു. നെഹ്റുവിൻ്റെ കോട്ടിലെ റോസാപ്പൂ നോക്കിയിട്ട് കുട്ടി പറഞ്ഞു, എനിക്ക് ആ പൂ തരുമോ? സുരക്ഷാ ഉദ്യോഗസ്ഥൻ കുട്ടിയെ ആട്ടി ഓടിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ നെഹ്റു അയാളെ എന്നിട്ട് പെൺകുട്ടിയുടെ അടുത്തേക്ക് അദ്ദേഹം ചെന്നു. എന്നിട്ട് അദ്ദേഹം ആ കുട്ടിയുടെ മുന്നിൽ മുട്ടുകുത്തി. ആ പൂവ് കോട്ടിൽ നിന്ന് ഊരി ആ കുട്ടിക്ക് കൊടുത്തു നെഹ്റു. പെൺകുട്ടി റോസാപ്പൂ വാങ്ങി സന്തോഷത്തോടെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. സുരക്ഷാ ഗാർഡിനോട് നെഹ്റു പറഞ്ഞത് ഇങ്ങനെയാണ്: എടോ ഗാഡേ, ഒരു കുട്ടിയുടെ ലളിതമായ ആഗ്രഹം കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാടൂ ഞാൻ ഈ രാജ്യം ഭരിക്കുക? നേതാക്കൾ ഒരിക്കലും ജനതയുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തരുത് എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. കർശനമായ നിയമങ്ങൾക്കപ്പുറം അനുകമ്പയും സഹാനുഭൂതിയും ദയയും ഒക്കെ ഭരണാധികാരികൾക്ക് വേണമെന്ന് നെഹ്റു പറയാതെ പറയുകയായിരുന്നു ആ ഗാർഡിനോട് മാത്രമല്ല, ഇന്ത്യയെ ഗാർഡ് ചെയ്യുന്ന എല്ലാവരോടും അദ്ദേഹം ഇതാണ് പറഞ്ഞത്. അപ്പോൾ സ്നേഹത്തിൻ്റെ റോസാപ്പൂ അദ്ദേഹം ആ കുട്ടിക്ക് നൽകിയപ്പോൾ വലിയൊരു കുട്ടികളോട് സ്നേഹമുള്ളൊരു മനസ്സിൻ്റെ ലോകമാണ് അനാവരണം ചെയ്യപ്പെട്ടത്.